ഇങ്ങനെ ഇരിക്കാനുണ്ടായ ഒരു സാഹചര്യം, അതിൻ്റെ വ്യത്യസ്തമായ വെർഷനുകൾ നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ ബദിയടുക്ക പഞ്ചായത്ത് ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തിരക്കോടെ ജോലി ചെയ്യുന്ന ഒരു സമയമാണ്. രാവിലെ 9:30 ആരംഭിക്കുന്ന തിരക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ തിരക്ക് തുടരും. അങ്ങനെ വൈകിട്ട് 5 മണി 6 മണിയോളം തുടരും. പല ജീവനക്കാരും രാത്രി 9 മണി 10 മണിക്കാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഓഫീസാണിത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രവൃത്തി ദിനത്തിൽ ഈ രീതിയിൽ ആ പ്രവൃത്തി സമയം നഷ്ടപ്പെടുത്തി ഈ ഓഫീസിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ഇരിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. ഏതായാലും ഇത് ഞങ്ങൾക്ക് ചെയ്യാനാവാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സാഹചര്യം കിട്ടിയതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അത് പ്രധാനമായിട്ടും ഈ നാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവസരമായിട്ട് ഞാനിത് കാണുകയാണ്. ആദ്യമായിട്ട് തന്നെ എന്താണ് ഇന്നലെ നടന്നൊരു സംഭവം എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അവരെല്ലാവരുമായിട്ടും വളരെ നല്ല വ്യക്തിബന്ധവും പുലർത്തുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് സംബന്ധിച്ച് ഇന്നലെ ഉച്ച മുതൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില വാർത്തകളുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രമോദ് പറഞ്ഞതുപോലെ എന്താ ആ സെക്രട്ടറിയെ തൂക്കിക്കൊന്നോ എന്ന് ആങ്കർ ചോദിക്കുന്ന ഒരു സാഹചര്യം ഒരു മാധ്യമത്തിലുണ്ടായി. ഇത് പൊതുവേ ഈ ഞാൻ ഈ മാധ്യമപ്രവർത്തകരെ കുറ്റം പറയല്ല. അവരുടെ അത് പൊതുവായ ഒരു ധാരണയുടെ പ്രശ്നമുണ്ട്. അവർ ഈ എന്താ പറയുന്നത്, ഈ ചാനലിൻ്റെ ഡെസ്കിൽ കയറി ഇരുന്നാൽ ഈ രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഇതിൻ്റെ എല്ലാം മുഴുവൻ വിധികർത്താക്കൾ ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു മനോഭാവം നമ്മുടെ പല മാധ്യമപ്രവർത്തകർക്കും ഉണ്ട്. ആ മാധ്യമപ്രവർത്തകരുടെ ഇതിൻ്റെ മോൾത്തട്ടിലുള്ളവരുടെ ഒരു സ്വഭാവ രീതി അതിങ്ങ് താഴെത്തട്ടിലും എത്തിയിട്ടുണ്ട്. അത് സമൂഹത്തിൽ ഏതാണ്ട് പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണ്, ഞങ്ങൾ ഏതാണ്ട് പ്രത്യേക അവകാശങ്ങളുള്ളവരാണ്, മറ്റ് സാധാരണ മനുഷ്യർക്കില്ലാത്തത്. ഈ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ബാക്കി ഒരു വിഭാഗങ്ങൾക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത തങ്ങൾക്കുണ്ട്. എല്ലാത്തിൻ്റെയും വിധികർത്താക്കൾ തങ്ങളാണ് എന്നൊരു മനോഭാവം, ഒരു പൊതു മനോഭാവം ഉണ്ട്. ആ ഒരു പ്രശ്നം ഈ വിഷയത്തിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നിങ്ങൾ വിധി പ്രസ്താവിച്ചവരെല്ലാം വളർന്നിട്ടുള്ളതല്ലാതെ, അവരൊക്കെ ഈ ജനങ്ങളുടെ കൂടുതൽ പ്രിയപ്പെട്ടവരായി മാറിയിട്ടുള്ളതല്ലാതെ എന്ത് സംഭവം ഉണ്ടായിട്ടുള്ളത്? ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല. ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഈ എന്താ പറയുന്നത്, മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരുമാതിരി ഉപജാപമായി മാറരുത്. അതാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നിട്ട് ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൻ്റെ ഏതാണ്ട് 5-6 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അവരുടെ കൈവശം എത്തിയിട്ടുണ്ട്. ഈ 6 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഒരാൾ നടന്നു പോകുമ്പോൾ കൈയൊന്ന് പൊങ്ങുകയാണ്, അപ്പോൾ അതിനപ്പുറത്തൊരാൾ നിൽക്കുകയാണ്, അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെ അടിച്ചതാണത് എന്ന് വരത്തക്ക രീതിയിൽ ആ വിഷ്വൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കുകയാണ്. വിഷ്വൽ മാനിപ്പുലേറ്റ് ചെയ്ത് വാർത്ത അവതരിപ്പിക്കുകയാണ്. എന്തോ ഇവിടെ വലിയ അപരാധം ചെയ്തിരിക്കുന്നു, ഇവിടുത്തെ ജീവനക്കാർ എന്തോ അപരാധം ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ രാജ്യം മുഴുവൻ അവതരിപ്പിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇക്കാര്യം നമ്മൾ മുകളിലേക്ക് എടുക്കുന്നില്ല. കാരണം ബദിയടുക്കയിലെ ജനങ്ങൾക്ക് ഈ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരെ പറ്റി, അവരുടെ പ്രവർത്തനത്തെ പറ്റി നല്ല ധാരണയുണ്ട്. അത് ആരെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നിട്ട് ഈ നേരത്തെ പറയുന്നത് പോലെ ഒരു കുപ്പിയും കോഴിക്കാലും വെച്ച് ഉപചാരം നടത്തിയാൽ ഒതുങ്ങുന്നതൊന്നും അല്ലെങ്കിൽ തകരുന്നതൊന്നുമല്ല ഈ രാജ്യത്തെ ജീവനക്കാരൻ്റെ ഇമേജ്, അല്ലെങ്കിൽ ജീവനക്കാരന് ജനങ്ങളുമായിട്ടുള്ള പൂക്കൾക്കൊടി ബന്ധം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളാരും ഈ ആകാശത്തുനിന്ന് വന്നവരൊന്നുമല്ല, ജീവനക്കാരൻ ആകാശത്തുനിന്ന് വന്നവരല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ തൊഴിലാളിയുടെ മക്കളായിട്ട് വളർന്നവരാണ്, തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, കർഷകരുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, ഈ രാജ്യത്തെ വ്യാപാരികളുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, കൂലിപ്പണിക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾക്ക് ഈ സമൂഹവുമായിട്ട് വേർപെടുത്താനാവാത്ത ബന്ധമുള്ളവരാണ്. ഞങ്ങളെ അങ്ങ് ഒറ്റപ്പെടുത്തി കൈകാര്യം ചെയ്ത് കളയാം. ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ ആർക്കെങ്കിലും വിചാരമുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങളെന്തും ചെയ്തോ, നമ്മളിവിടെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി
എന്താണ് ഇന്നലെ നടന്ന സംഭവം? ഇന്നലെ നടന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഹരിതകർമ്മസേന, ഒരുപക്ഷെ ഈ ജില്ലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന, അത് എൻ്റെ സഹപ്രവർത്തകർ മറ്റ് ഈ വകുപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്നവരോടുണ്ട്. ഇതൊന്നും നമ്മളെങ്ങും പുകഴ്ത്തി പറയാനോ നമ്മളെ ഈ പ്രൊജക്റ്റ് ചെയ്യാനോ ഒന്നും നിൽക്കുന്ന ആളുകളൊന്നുമല്ല ഈ ഓഫീസിലെ ഒരു ജീവനക്കാരും. അപ്പോൾ പക്ഷേ ഇത് ഇവിടെ പറയേണ്ടി വന്നതുകൊണ്ട് പറയുകയാണ്, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹരിതകർമ്മസേന 2023 മാർച്ച് മാസം ഈ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ 2023 ഡിസംബർ ആയപ്പോൾ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ ആലോചിക്കണം. അത് വലിയ വ്യത്യാസമാണ് ഉണ്ടായത്. വലിയൊരു കുതിച്ചുചാട്ടമാണ് അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടായത്. ഇത് വെറുതെ ഉണ്ടായതല്ല. അത് ഈ സഹോദരിമാരുടെ, ഈ പ്രിയപ്പെട്ട ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ, അതായത് രാവും പകലുമില്ലാത്ത പ്രവർത്തനമുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ കൊച്ചു കുട്ടികളെ പോലും നോക്കാതെ ഇതിനുവേണ്ടി ഒരു മാസം എല്ലാ ദിവസവും അവധി ദിവസങ്ങൾ പോലും പ്രവർത്തിച്ച അവരുടെ പ്രവർത്തനമുണ്ട് ഇതിനകത്ത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ജീവനക്കാരുടെ വലിയ പരിശ്രമമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ച് ഈ ചുരുങ്ങിയ 10 മാസം കൊണ്ട്, കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ ജില്ലയിൽ 100% കളക്ഷൻ നടത്തുന്ന, ഏറ്റവും കൂടുതൽ യൂസർ ഫീ കളക്ട് ചെയ്യുന്ന പഞ്ചായത്താണിത്. ഇത് ഈ നിലയിലെത്തിയത് നമ്മുടെ ചാനലുകാർ പറയുന്നത് പോലെ ഞങ്ങളൊക്കെ ജനവിരുദ്ധരായതുകൊണ്ടാണോ? ഞങ്ങൾ ഈ ഓഫീസിലിരുന്ന് ജനവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണോ ഈ രാജ്യത്തെ ഈ ബദിയടുക്ക പഞ്ചായത്തിലെ ഏകദേശം 99% ജനങ്ങളും വ്യാപാരികളും നമ്മുടെ വീട്ടുടമകളും എല്ലാം ഞങ്ങളോട് സഹകരിക്കുന്നത്? ഞങ്ങൾ ജനവിരുദ്ധരായിട്ടാണോ? അപ്പോൾ ഈ ബദിയടുക്കയിലെ ബാക്കി ഇവിടെ ഒരു പിടി ആൾക്കാർ, എനിക്കത് വ്യക്തമായിട്ടറിയാം ആരാണെന്ന്, ഒരു 4-5 ആൾക്കാർ വെച്ചാൽ ബാക്കി ഈ ബദിയടുക്കയിലെ ആളുകളെല്ലാം മണ്ടന്മാരാണോ? ബാക്കി ഈ ബദിയടുക്കയിലെ ആളുകളെല്ലാം ബുദ്ധിയില്ലാത്തവരാണോ? ഒന്നുമല്ലല്ലോ. എങ്ങനെയാണ് ഈ ഹരിതകർമ്മസേന ഈ 100%-ലെത്തിയത്? ഈ നമ്മുടെ ഈ ജീവനക്കാരുടെ പ്രവർത്തനം മോശമായതുകൊണ്ടാണോ? ഈ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ ഇടപെടൽ മോശമായതുകൊണ്ടാണോ? ഒന്നുമല്ല. അത് നമ്മൾ വിലയിരുത്തേണ്ടത് അവിടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോവുക? ഈ സംസ്ഥാനമാകെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് ബദിയടുക്ക പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എങ്ങനെ എത്തി? അപ്പോൾ ഇവിടെ 4-5 ആള് മാറിയിരുന്നിട്ട് കുറ്റം പറയുകയും വാർത്ത മാനിപ്പുലേറ്റ് ചെയ്ത് രാജ്യമൊത്തം എത്തിക്കുകയും ചെയ്താൽ ഒന്നും തകരുന്നതല്ല ഞങ്ങളുടെ ഇമേജ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാത്രമല്ല, 20-30 വർഷങ്ങൾക്ക് ശേഷം ഈ പഞ്ചായത്ത് 100% നികുതി പിരിച്ചു. എന്നാൽ ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തേങ്ങ ഇട്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ കൗണ്ടറിൽ അടച്ചതാണോ ഈ നികുതി 100%-ആയത്? ഒന്നുമല്ല. ഇവിടുത്തെ പാവപ്പെട്ടവൻ, ഏറ്റവും പാവപ്പെട്ടവൻ മുതൽ ഏറ്റവും സമ്പന്നൻ വരെയുള്ളവർ ഞങ്ങളോട് കൈകോർത്ത് നിന്ന് സഹകരിച്ചിട്ടാണ് നികുതിദായകർ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് സഹകരിച്ചു, എല്ലാവരും സഹകരിച്ചു. അപ്പോൾ ഈ ജനങ്ങളെന്താ ഞങ്ങളോട് സഹകരിക്കാതിരിക്കുന്നവരാണോ? ബദിയടുക്കയിലെ ജനങ്ങളെന്താ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണോ? ബദിയടുക്കയിലെ ജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കാത്തവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നവരുമാണെങ്കിൽ എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കിവിടെ നടത്താൻ സാധിക്കുക? നടത്താൻ സാധിക്കുമോ ഞങ്ങൾക്ക്? ഇല്ലല്ലോ. പിന്നെ നിങ്ങളൊക്കെ ഏത് ജനങ്ങളുടെ വക്താക്കളാണ്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനത്തിൽ ഏത് മാനദണ്ഡമെടുത്താലും ഈ ജില്ലയിൽ 1-ാം സ്ഥാനത്ത് ഇന്ന് ഈ പഞ്ചായത്തുണ്ട്. ഞങ്ങളാരും ഇതിൽ ഒരു വേദിയിലും പറയുന്നവരോ ഇതിന്റെ ക്രെഡിറ്റ് ഏൽക്കാൻ വരുന്നവരോ ഒന്നുമല്ല. ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് സമിതിയുണ്ട്. അവരെ ഇങ്ങനെ എന്താ പറയുന്നത്, ഞങ്ങൾ കുറേ മിടുക്കന്മാർ പുറത്ത് നിൽക്കുന്നു, കുറേ മണ്ടന്മാർ ഇവിടെ അകത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഈ പഞ്ചായത്ത് കമ്മിറ്റിയും കുറ്റം പറയുന്നവരുണ്ട്. ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളായി നടന്നത്. അപ്പോൾ ആരാ മിടുക്കന്മാർ? ഈ പുറത്ത് നിൽക്കുന്ന 4-5 ആളുകൾ ഉൾപ്പെടുന്ന ഒരു കോക്കസ് ആണോ ഈ ഇവിടുത്തെ മിടുക്കന്മാർ? അതോ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണോ മിടുക്കന്മാർ? അപ്പോൾ ഈ ജനങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ പൊളിഞ്ഞു. ഞങ്ങൾ ജനങ്ങൾക്കെതിരെ നിൽക്കുകയാണ്, അല്ലെ ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവരാണ് ഞങ്ങളെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളൊന്നും സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാലും ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. പലപ്പോഴും എന്താ പറയുക, ധാരണക്കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ ധാരണക്കുറവ് എങ്ങനെ ഉണ്ടായതാ? ഈ ബദിയടുക്ക പഞ്ചായത്ത് കേരളത്തിൽ തന്നെ മറ്റുള്ളിടത്തില്ലാത്ത ഒരു ധാരണക്കുറവ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇവിടെ ചില ആളുകൾ തന്നെ. കാരണം ഞാനിവിടെ ഈ ഓഫീസിൽ ജോലിക്കെത്തുമ്പോൾ പറയുമ്പോൾ മൊത്തം പറഞ്ഞല്ലോ, ജോലിക്കെത്തുമ്പോൾ എന്താ സ്ഥിതി? ഇവിടെ താഴെ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് ഏതെങ്കിലും പാവം ഒരു ആപ്ലിക്കേഷൻ, ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വരികയാണ്. പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അടുത്ത് എന്താ വന്നേ, എങ്ങനെയാ വന്നേ? നിങ്ങൾ ചെന്നാലൊന്നും നടക്കത്തില്ല. നിങ്ങൾ ചെന്നാൽ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് 500 രൂപയെങ്കിലും അവരുടെ നിന്ന് വേണം. ഇവിടെ സാധാരണ
ഒരു പെർമിറ്റിന് ആരെങ്കിലും വരികയാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്ര എന്താ പറയുന്നത്, ഓഫീസിൽ കയറി ഇറങ്ങി പരിചയമില്ലാത്ത ആളുകൾ ഇവിടെ വരുമ്പോൾ അവരിങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് കടയിൽ പോയി ചായ കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവിടുത്തെ ചില മാന്യന്മാർ ആരൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. ഞാനത് പേരൊന്നും പറയുന്നില്ല, ആ പേര് പറയാൻ പേടിക്കുന്നതാണെന്നല്ല ഞാൻ. അത് അവരൊക്കെ മനസ്സിലാക്കേണ്ടത്. അവരിവിടെ പലരെയും പേടിപ്പിച്ചിട്ടുണ്ടാവും, ഇവിടെ പല സെക്രട്ടറിമാരെയും പേടിപ്പിച്ചിട്ടുണ്ടാവും, കുടുക്കിയിട്ടുണ്ടാവും. എന്നെ പേടിപ്പിക്കാമെന്നും കൊടുക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നവരാണ്, ഞാൻ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നവനുമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ പേടിപ്പിക്കുന്നൊന്നും വേണ്ട. ഇവിടുത്തെ ചില മാന്യന്മാർ അവരെ സമീപിക്കുക. എന്നോട് പൊതുജനം വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവർ വന്ന് സമീപിക്കും. എന്താ നിൽക്കുന്നത്? അത് ഞാനിവിടെ, അയ്യോ അതൊന്നും നടക്കത്തില്ല, ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. അപ്പോൾ അടുത്ത മാന്യൻ അടുത്ത മാന്യൻ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, ശരി കൊടുക്ക്, അതാ നല്ലത്. ഇത് ഏതൊക്കെ മാന്യന്മാരാണ് പറയുന്നതൊക്കെ ഞാൻ വേണമെങ്കിൽ ഈ മൈക്കിൽ പറയാം, പേടിക്കുന്നതാണെന്നല്ല ഞാൻ. അതെൻ്റെ മാന്യതയ്ക്ക് നിരക്കാത്തതായതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അതാണ് ബദിയടുക്ക പഞ്ചായത്തിൽ നടന്നു വരുന്നത്. ഇപ്പോഴും പലരും അത് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെയുണ്ട്. ഈ പഞ്ചായത്ത് കൊണ്ട് ജീവിച്ചിരുന്ന, ഈ പഞ്ചായത്തിൽ വരുന്ന പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞ് കാശ് വാങ്ങിച്ച് ജീവിച്ച ഒരു ഗ്യാങ് ഇവിടെയുണ്ട്. അവരിപ്പോൾ അനാഥ പ്രേതങ്ങളെ പോലെ ഇവിടെ തെക്കുവടക്ക് നടക്കുന്നുണ്ട്. ചിലരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിന്റെ ഗ്ലാസ് ഡോറിൽ വന്ന് ഇടിച്ചിട്ട് തെറിച്ചും പോകുന്നുണ്ട്. ഞങ്ങളിതൊക്കെ കാണുന്നുണ്ട്. ആരൊക്കെയാണ് കുഴപ്പക്കാർ, ആരൊക്കെയാണ് പ്രശ്നക്കാരെന്നൊക്കെ നമുക്കറിയാം. അവരിങ്ങനെ അവസരം പാർത്തിരിക്കുകയാണ് എന്തെങ്കിലും നമുക്കെതിരെ ചെയ്യാൻ. കാര്യം ഈ സെക്രട്ടറിയെയും ഈ ജീവനക്കാരെയും ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് വേണം അവർ പഴയ അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്ത് ഓഫീസ് കൊണ്ടുപോകാൻ. അതാണ് അവരുടെ അജണ്ട. അങ്ങനെ ഒരു ഗ്രൂപ്പ്, കമ്മീഷൻ പറ്റി ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിച്ച പരാതങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അവരാണ് ഇപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ ഇങ്ങനെ നടക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഈ പഞ്ചായത്തിൽ വർഷങ്ങളായിട്ട്, ദശകങ്ങളായിട്ട് ഒരു കാര്യവും നടക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നമ്മുടെ മുൻവശത്ത് കൂടി പോകുന്ന ഈ റോഡുണ്ടല്ലോ, ഈ റോഡ് കോടിയുള്ള പദ്ധതിയാണ്, 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതിയാണ്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ റോഡിനെ പറ്റി ഒരു വിജിലൻസ് കേസ് ആരെങ്കിലും കൊടുത്തത്? ഒരു വിവരാവകാശം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഈ പഞ്ചായത്തിൽ 10,000 രൂപയുടെ ഒരു വർക്ക് എവിടെങ്കിലും നടന്നാൽ വരുന്ന മാന്യന്മാര് ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ബദിയടുക്ക പഞ്ചായത്തിലെ വിവരാവകാശത്തിനെല്ലാം ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ആ ഹാൻഡ് റൈറ്റിംഗ് വരിക. ഈ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ നമ്മൾ പേടിക്കുന്ന അവർ വിചാരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ടാവും. ഇനി ആരും പേടിക്കാനൊന്നും പോകുന്നില്ല. നമ്മളിവിടെ നിൽക്കുകയാണ്, ഇതെല്ലാം നേരിടാൻ തന്നെ നേരായി നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒരു കാര്യവും ഈ പഞ്ചായത്ത് നടത്താൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു ദുഷ്ടശക്തികളുടെ ഒരു ചെറിയ ഗ്രൂപ്പ്, ഇങ്ങനെ 2 ഗ്രൂപ്പുകാരാണ് അങ്ങേയറ്റം ജനദ്രോഹപരമായിട്ട് ഈ പഞ്ചായത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ ചാനലുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്കെതിരെ കുപ്രചരണം നടത്തുന്നത്. ഇത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ആ ശ്രമമൊന്നും ഇനി നടക്കാൻ പോകുന്നൊന്നുമില്ല. കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം എനിക്ക്, അതായത് ഇന്നലത്തേത് വരെ ഇവിടെ നിന്ന് ഒരു തരത്തിലും ലഭിച്ചിട്ടില്ലാത്ത, ഞാൻ ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ലാത്ത എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചു. ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ എതിർക്കുന്നത്? ഞങ്ങളെന്താ ഇവിടുത്തെ സർവീസ് ഞങ്ങൾ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നോ? എന്തെങ്കിലും കാരണങ്ങളാൽ അപേക്ഷകരുടെ തകരാറുകൾ, അല്ലെങ്കിൽ ജീവനക്കാരുടെ തകരാറുകൾ, ഒരു എ ഇവിടെ ഇല്ലാതായിട്ട് 8 മാസമായി. അങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ എന്തെങ്കിലും ഡിലേ അല്ലാതെ ഈ ഓഫീസിലെ ഏതെങ്കിലും ജീവനക്കാരൻ്റെ മനഃപൂർവ്വമായ വീഴ്ച കൊണ്ട് ഒരു സർവീസ് തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഈ ഓഫീസിൽ ഇങ്ങനെയാണോ കുറച്ച് നാൾ മുമ്പ് സർവീസ് നടത്തിയിരുന്നത്? ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു ഓണർഷിപ്പ് ചേഞ്ച്, 2 വർഷമായ ഓണർഷിപ്പ് ചേഞ്ചിന് വേണ്ടി ഈ പടി കയറി ഇറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറയിപ്പിക്കുകയാണ്. കാരണം നമ്മളേതാണ്ട് വലിയ ജനവിരുദ്ധരാണല്ലോ ഈ ഓഫീസിൽ ജീവനക്കാരാകെ. അപ്പോൾ ഞങ്ങൾക്കും പറയാനുണ്ടത്. ഇപ്പോൾ എന്താ അവസ്ഥ? ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആപ്ലിക്കേഷൻ നോക്കാറുണ്ട്. ഒരാഴ്ച കൊണ്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പലതിലും 2 ദിവസം കൊണ്ട് കൊടുത്ത കേസുണ്ട്. എന്ത് പ്രശ്നം? എന്താ പെൻഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? എന്തിനാണ് ഇവിടെ പ്രശ്നമുള്ളത്? ഒന്നിലുമില്ല. പിന്നെന്താ, ഞങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കൈ നീട്ടി നിൽക്കുന്നുണ്ടോ? ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ എവിടെയാണ് ഞങ്ങളുടെ ജനവിരുദ്ധത? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഫേവർ ഈ നാട്ടിലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പറ്റുന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇവിടെ നിന്ന് പറയുക. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഈ ഓഫീസിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ അഴിമതി നടത്തുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഒന്നുമില്ല.
ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം. ഈ നാട്ടിലെ സാധാരണ വ്യാപാരികൾ അവർക്കെല്ലാം ഞങ്ങളെ അറിയാം. സ്വാഭാവികമായിട്ടും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ പലരുമായിട്ടും ഉണ്ടാവും. അതിനൊക്കെ അപ്പുറം എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുള്ള ആളുകൾ പോലും ഇന്നലെ എന്നെ വിളിച്ച് വളരെ ശക്തമായിട്ട് ഇന്നലെ അറിയിച്ചു, എന്താവശ്യമുണ്ടെങ്കിലും പറ എന്നാണ് പറയുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് എന്നോട് പലപ്പോഴും തർക്കിക്കേണ്ടി വന്ന ആളുകൾ വരെ പിന്തുണയ്ക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 ചെറിയ ഗ്രൂപ്പുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. ബലിയെടുക്കയിൽ നിങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. ബലിയെടുക്ക മാറി. ബലിയെടുക്കൽ ജനങ്ങളും മാറി. പഴയതുപോലെ തട്ടിപ്പും വെട്ടിപ്പൊന്നും ഇവിടെ നടക്കത്തില്ല. നിങ്ങളുടെ ഈ ചാനൽ മുറിയിൽ കയറ്റിയുള്ള ഞങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് ആയുസൊന്നുമില്ല അധികം. അതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങളാരും ഇത് പേടിച്ചെങ്ങും പോകാനും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങളെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാലത്തോളം അതുവരേ ഉള്ളൂ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങളെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നിടത്തോളം കാലം ഞങ്ങളിവിടെ നിൽക്കും. ഇവിടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇന്നലെ നടന്ന സംഭവം? നമ്മുടെ ഹരിതകർമ്മസേനയുമായിട്ട് ബന്ധപ്പെട്ട് യൂസർ ഫീ നൽകാത്ത വളരെ ചുരുക്കം ആളുകളാണ് ഇപ്പോൾ ഈ നാട്ടിലുള്ളത്. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഒരു 15 തര ആളുകളെ ഉള്ളൂ യൂസർ ഫീക്ക് അങ്ങനെ മുടക്കമുണ്ടാക്കുന്നത്. അപ്പോൾ ആ 15 പേർക്ക് നോട്ടീസ് കൊടുത്തു. ഈ പറഞ്ഞ കക്ഷിക്ക് അവിടെ നോട്ടീസ് കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ അയാൾ വളരെ മോശമായിട്ട് നമ്മുടെ ജീവനക്കാരോട് പെരുമാറി. മാത്രമല്ല, നോട്ടീസ് വാങ്ങിയില്ല. ഇയാൾ വലിയ നിയമത്തെ പറ്റി ഇവിടെ ഒന്ന് പ്രസംഗിച്ചല്ലോ. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാര കേന്ദ്രത്തിൽ നിന്ന് ഒരു നോട്ടീസ് വന്നാൽ കൈപ്പറ്റേണ്ടേ ഒരു പൗരൻ? എവിടുത്തെ പൗരബോധമായത്? എന്നിട്ട് അയാൾ കൃത്യമായിട്ട് രാവിലെ ഇവിടെ വരികയാണ്. രാവിലെ ഒരു ഗുണ്ടകളെ പോലെയാണ് വരുന്നത്. അയാളുടെ മോനാണെങ്കിൽ അയാളുടെ ഒരു ശരീരഭാഷ തന്നെ ഏതാണ്ട് നമ്മളെ ഇപ്പൊ തല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുക. ഇവിടെ ആദ്യം വന്നിട്ട് HC സംസാരിച്ചു. HC വളരെ മോശമായി സംസാരിച്ചു. അതിനുശേഷമാണ് ഞാൻ വരുന്നത്. അപ്പൊ എന്റെ സീറ്റിലേക്ക് ഇവർ വരികയാണ്. സീറ്റിലേക്ക് വരുമ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, ഇരിക്കും എന്ന് പറഞ്ഞു. ഹരിതകർമ്മസേനയ്ക്ക് ഞങ്ങൾ ആദ്യമായിട്ടൊന്നും നോട്ടീസ് നൽകുകയല്ല. ഹരിതകർമ്മസേന പ്രശ്നത്തില് ഇവിടെ 100 കണക്കിന് ആളുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസുമായിട്ട് അവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അവരോടെല്ലാം വളരെ മാന്യമായിട്ട് ഇത് 2016 കേന്ദ്ര നിയമം മുതൽ നിങ്ങളിൽ ബാധ്യസ്ഥരാണ്. കാര്യം ഇവർക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ അയൽത്തട്ടുള്ള സഹോദരിമാരാണ്. ഇവർ ചെല്ലുമ്പോൾ ഇതെന്തോ പഞ്ചായത്ത് പറഞ്ഞു വിടുന്നവരാണ് എന്നൊരു ധാരണ അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറയും, ഇത് കേന്ദ്ര നിയമം, ഇതിൻ്റെ പിൻബലമുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് ആക്ട് തന്നെ ഭേദഗതി ചെയ്ത് ഇതിന് പിൻബലമായിട്ടുണ്ട്. അതുകൊണ്ട് നിയമപരമായിട്ട് നിങ്ങളിത് കൊടുക്കണം. സന്തോഷത്തോടെയാണ് ഇവിടുന്ന് പോകുന്ന ആളുകൾ. ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ വന്നവർ ഇരിക്കാൻ തയ്യാറല്ല. അവരവിടെ എൻ്റെ മുന്നിൽ നിന്നിട്ട് ആക്രോശം തുടങ്ങി, ഷൗട്ട് ചെയ്യുകയാണ്. ഇത് കുറച്ചാകുമ്പോൾ നമ്മൾ അതിനകത്ത് മുതിർന്ന ആളിനോട്, സാധാരണ മുതിർന്ന ആളുകൾക്ക് ഒരു 10 കാണിക്കുമല്ലോ, ആ മുതിർന്ന ആളിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, ഇവിടെ ഇത് പറ്റത്തില്ല, ഇവിടെ ബഹളം വെക്കാൻ പറ്റത്തില്ല, നിങ്ങൾ തൽക്കാലം ഇയാളെ പിടിച്ച് പുറത്തു കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. അപ്പൊ കൊള്ളാം, അതിനേക്കാൾ പറഞ്ഞതുപോലെ ആ മോനേക്കാൾ വലുതാണ് അച്ഛൻ. അദ്ദേഹം അതിനേക്കാൾ ഭീകരമായിട്ട് ആക്രമണം തുടങ്ങുകയാണ്. പിന്നെ ചെയ്യുന്നത് കയ്യേറ്റം, ശാരീരിക ആക്രമണം, അങ്ങനെയുള്ള ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമ്മുടെ വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ തള്ളി മറിച്ചിടുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഞങ്ങളാരും മനുഷ്യരല്ലേ? ഞങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരല്ലേ? അപ്പോൾ അവരെ തള്ളിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ട് ഇത് നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ഇതാണ് അതിനകത്തെ വസ്തുത. ഇവിടെ ജീവനക്കാർക്കെതിരെ മോശമായ രീതിയിൽ ശാരീരിക ആക്രമണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാരും ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ നടത്തുകയെന്നല്ല അവിടെ അവരുമായിട്ട് തർക്കിച്ചത്. ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അവിടെ തർക്കിച്ചത്. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2023 മാർച്ചിൽ പുറപ്പെടുവിച്ച ഒരു വിധി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഹൈക്കോടതിയാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ജൂൺ മാസത്തിൽ 100% കളക്ഷൻ ആക്കണമെന്നാണ്. എന്താ ഈ കോടതി വിധി നടപ്പിലാക്കുന്നത് ഞങ്ങളുടെ ജോലിയല്ലേ? ഈ പറയുന്ന നിയമങ്ങളിലെല്ലാം യൂസർ ഫീ 100% കളക്ട് ചെയ്യണമെന്നുള്ള പിൻബലം ഈ നിയമങ്ങൾക്കെല്ലാം ഉണ്ട്. ഈ നിയമങ്ങൾ നടപ്പിലാക്കണ്ടേ? അതിനുവേണ്ടിയല്ലേ അയാളോട് സംസാരിച്ചത്? അല്ലാതെ എന്തെങ്കിലും വ്യക്തിപരം, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന 2 ആളുകളാണ്. അവരോട് എന്താ വ്യക്തിപരമായ പ്രശ്നം? നമുക്കൊരു വ്യക്തിപരമായ പ്രശ്നവുമില്ല. നമ്മളെ ഗവൺമെൻറ്, ഈ രാജ്യത്തെ ഗവൺമെൻറ് ഏൽപ്പിക്കുന്ന ചുമതലകൾ അക്ഷരം പ്രതി നിർവഹിക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ് ഞങ്ങൾ. അതിനുവേണ്ടി എത്ര സമയമെടുത്തും പണിയെടുക്കുന്നവരാണ് ഈ ഓഫീസിലെ ജീവനക്കാർ. അത് ചെയ്തത് എന്താ? തെറ്റാണോ? അത് ചെയ്തത് തെറ്റാണോ? അതാണ് ഇപ്പൊ പറയുന്നത് നമ്മൾ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ. അതിന്റെ വിഷ്വലൊക്കെ തയ്യാറാക്കുന്നത് വളരെ രസകരമായ രീതിയിലാണ്. ഇത് ഇവരുടെ എഡിറ്റിംഗ്, അത് നമ്മൾ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ചാനൽ പ്രവർത്തകരുടെ എഡിറ്റിംഗ് വൈഭവം ഉണ്ടല്ലോ,
അതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അത് അക്കാര്യത്തിൽ നമുക്ക് അവരോട് വലിയ സന്തോഷമുണ്ട്. കൊള്ളാം, ഈ പണി എല്ലാ കാര്യത്തിലും തുടരണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലായിടവും ഈ പണിയും കൊണ്ട് പോകരുത്. പാവപ്പെട്ട ജീവനക്കാരനെതിരെ ഈ പണിയുമായിട്ട് വന്നാൽ ഞങ്ങൾ ഇത്രയൊക്കെ പ്രതികരിക്കും, മൈക്ക് വെച്ച് കെട്ടി 2 വർത്തമാനം പറയും. പക്ഷെ എല്ലായിടത്തും ഈ പണിയുമായിട്ട്, ഈ എഡിറ്റിംഗ് വേലയുമായിട്ട് ചെല്ലരുത്. പലയിടത്തും ചെന്നിപ്പോൾ അനുഭവിക്കുക. പിന്നെ 8 മണി 9 മണിക്ക് അവിടെ കയറി ഇരുന്ന് നെഞ്ചത്തിരിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, അകത്ത് കിടക്കും പോയി. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഏതായാലും ഞങ്ങൾക്ക് ഇവിടെ വെച്ച് പറയാനുള്ള ഒരു കാര്യം, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നിയമസംരക്ഷണം കിട്ടണം. ഈ ഓഫീസ് ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാനുള്ള നിയമപരമായ എല്ലാ സുരക്ഷിതത്വവും ഞങ്ങൾക്ക് ലഭിക്കണം. അക്കാര്യത്തിൽ എല്ലാ അധികാര കേന്ദ്രങ്ങളും ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ഞങ്ങൾ ഇവിടെ ഇത്തരം, അതായത് പേടിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഇപ്പോൾ പേടിപ്പിച്ചു കഴിഞ്ഞു, ഞങ്ങളെ ഭയപ്പെടുത്താവുന്നതിൻ്റെ അങ്ങേയറ്റം ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തി കഴിഞ്ഞു. ഏതായാലും ഞങ്ങൾ ഒരാളും ഇവിടം വിട്ട്, ഈ ദൗത്യം വിട്ടിട്ട് ആരും പോകാൻ പോകുന്നില്ല. ഈ ഓഫീസിൽ ഈ പഞ്ചായത്ത് കമ്മിറ്റിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് കഴിയുന്നത്ര ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കാനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര രീതിയിൽ സഹായം ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കും. അക്കാര്യത്തിൽ നിങ്ങളുടെ എന്തിടങ്കോലുണ്ടായാലും ഞങ്ങൾ അത് കാര്യമാക്കുന്നില്ല. ഇനി അത്തരം ശ്രമങ്ങളെ ജനങ്ങളെ ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പണിയൊക്കെ മതിയാക്കിയിട്ട് ഈ സംഘങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ 2 സംഘങ്ങൾ, ആ 2 സംഘങ്ങൾ എന്തെങ്കിലും പണിക്ക് പോകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തമായി പോയി എന്തെങ്കിലും അധ്വാനിക്കണം. ഈ പാവപ്പെട്ട ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ച് തിന്നാതെ എന്തെങ്കിലും ജോലിയെടുത്ത് ജീവിക്ക്. രാവിലെ വരികയാണ്, രാവിലെ വന്ന് ഈ ഓഫീസിൻ്റെ മുന്നിൽ കണ്ണാടിയും വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ആരാ വരുന്നത് എന്ന് നോക്കിയിട്ട്. എന്നിട്ട് അവരെ ഇങ്ങനെ പിടിക്കുകയാണ്, ചാടി പിടിക്കുക. എന്നിട്ട് അവരെ പറ്റിച്ചാണ് അന്ന് രാവിലെ വീട്ടിൽ ടാർജറ്റ് ഇട്ടിട്ടാണ് വരുന്നത്. ഇന്ന് 5000 എന്ന ടാർജറ്റ് ഇട്ടിട്ടാണ് ഈ സംഘം ഇവിടെ വരുന്നത്. മനസ്സിലായല്ലോ? ആ പണി അങ്ങ് നിർത്തിക്കോണം. ഇനി എന്തെങ്കിലും നമ്മളെ പറ്റിച്ച് അടുത്ത കാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഇനി അതും ഇവിടെ നടക്കാനൊന്നും പോകുന്നില്ല. വളരെ അലർട്ടായിട്ട് നമ്മൾ നിൽക്കാൻ പോവുക. വരട്ടെ. ഈ സംഘങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ കുടുംബങ്ങളോട്, ഈ രാജ്യത്തോട്, ഇവിടെ ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും കൂറുണ്ടെങ്കിൽ ഈ ദല്ലാൾ പണിയും ഈ ഉപജാപക പണിയും ഒക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലിയെടുത്ത് ജീവിക്കണം. എനിക്ക് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവർക്കൊക്കെ എന്തെങ്കിലും ജോലി ഉണ്ടാക്കി കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു വിസയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, ഒരു വിസയെങ്കിലും എടുത്തു കൊടുക്കുക. ഗൾഫിൽ പോട്ടെ, ആ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഏതായാലും ഈ വേദിയിൽ ഇപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന സഹോദരിമാരുണ്ട്. അങ്ങനെ വേദിയെടുക്ക പഞ്ചായത്തിൻ്റെ അഭിമാനം ഈ സംസ്ഥാന തലസ്ഥാനം വരെ എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന സംഘടനാ നേതാക്കന്മാർ, എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാർ, അത് ഒരു വർഗ ഐക്യത്തിൻ്റെ ഒരു വേദിയായിട്ട്, ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ ഈ അടുത്ത സമയത്തൊന്നും ഇങ്ങനൊരു ക്ലാസ് യൂണിറ്റി ഉണ്ടായി കാണത്തില്ല, അല്ലേ? അങ്ങനെ ഞങ്ങളുടെ ഇഷ്യൂ, അങ്ങനെ ഒരു വർഗ ഐക്യം ജീവനക്കാരുടെ ഉണ്ടാകാനൊരു നിമിത്തമായതിൽ അഭിമാനമുണ്ട്. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഒരു ഔപചാരികതയാണെങ്കിലും ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. അവരാണ് ശരിക്കും നമ്മുടെ ബലം. ഞങ്ങളിവിടെ ഒരു മനസ്സോടാണ് നിൽക്കുന്നത്. അത് സാധാരണ ഓഫീസിലെ പോലെ ഗ്രൂപ്പും ക്ലിക്കും അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരൊറ്റ മനസ്സായിട്ടാണ് ഞങ്ങൾ നീങ്ങുന്നത്. അതാണ് ഞങ്ങളുടെ വിജയത്തിന് കാരണം. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതുപോലെ ഞങ്ങളെ വളരെയധികം ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പങ്കെടുക്കാത്ത ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ ജനപ്രതിനിധികൾ, അതുപോലെ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പങ്കെടുക്കാത്ത പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ ഞങ്ങൾക്ക് നൽകുന്ന ഒരു പിന്തുണയാണ് ഞങ്ങളുടെ ബലം. ആ പിന്തുണ തുടർന്നും നിങ്ങളുടെയും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ, ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനം വരെ ഞങ്ങളും ഒരു പോരാട്ടത്തിന് തന്നെ നിൽക്കുകയാണ് എന്ന് നേരത്തെ പറഞ്ഞവരോട് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. പഞ്ചായത്തിലെ ജീവനക്കാരെ ഓഫീസ് കയറി ആക്രമിച്ചു. പ്രതിഷേധിക്കുക ജീവനക്കാരെ. ഐക്യസമരം സിന്ദാബാദ്. സർക്കാർ പറയും ഫീസ് പിരിക്കാൻ. ജീവനക്കാർ
ജീവനക്കാർക്ക് ബാധ്യതയുണ്ട്. ജീവനക്കാർക്ക് ബാധ്യതയുണ്ട്. ഫീസ് അടക്കണമെന്ന് പറഞ്ഞാൽ തല്ലും കുത്തും ജീവനക്കാർക്ക് അക്രമത്തിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ തയ്യാറാവണം. എന്നുമെന്നും അക്രമമായാൽ ഞങ്ങൾ എങ്ങനെ തൊഴിലെടുക്കും? ഞങ്ങൾക്കേകൂ നിയമസുരക്ഷ. ഞങ്ങൾക്കേകൂ തൊഴിൽ സ്വാതന്ത്ര്യം. സിന്ദാബാദ് സിന്ദാബാദ്. ഐക്യസമരം സിന്ദാബാദ്. അക്രമത്തിന് പദ്ധതിയിട്ടവർ അറിയാനായി പറയുന്നു. നിങ്ങളുടെ പിന്നിൽ ആളുണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ട് നിയമസുരക്ഷ. പൊട്ടിമുളച്ചവരല്ല ഞങ്ങൾ. പാവപ്പെട്ട കുടുംബത്തിന്ന് പുസ്തകം കയ്യിലെടുത്തവരാണ്.